ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷാ രഘുനന്ദനൻ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 9th സ്റ്റാൻഡേർഡിലെ കേരള സിലബസിലെ 9th സ്റ്റാൻഡേർഡിലെ ഹാഫ് ഇയർലിയിൽ ചോദിച്ച മാത്സിലെ 2024 ചോദ്യങ്ങളാണ്. ആദ്യത്തെ 10 ചോദ്യങ്ങൾ നമ്മൾ ലാസ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ 4 മാർക്കിൻ്റെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചോദ്യം നമ്പർ 11 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: ഇൻ ദ ഫിഗർ ദ ലൈൻസ് എ സി ബി ഡി ആർ പെർപെൻഡിക്കുലർ ടു എ ബി, പി എ ഇസ് ടു പി ബി ഇസ് ഈക്വൽ ടു 2:1. ഫിഗർ നമുക്ക് കാണാനുണ്ട് അല്ലേ? അതിൽ പറയണത് ഈ എ സി എന്ന ലൈനും ഡി ബി എന്നുള്ള ലൈനും ഈ എ ബി എന്ന ലൈനിന് പെർപെൻഡിക്കുലർ ലംബമാണ്. അത് നമുക്ക് ഫിഗറിൽ കാണാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പി ബി ഇസ് ടു ഇവിടെ പി എ ഇസ് ടു പി ബി എന്നുള്ള ആ ഒരു 2 പീസും 2:1 എന്നുള്ള അംശബന്ധത്തിലാണെന്നുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഫൈൻഡ് ചെയ്യാനുള്ളത് എന്താണ്? ഫസ്റ്റ് പാർട്ടിൽ പി സി ഇസ് ടു പി ഡി. അപ്പോൾ പി സി ഇസ് ടു പി ഡി കാണണമെങ്കിൽ നമുക്ക് ഉള്ളതിപ്പോൾ ഈ ഫിഗറിൽ 2 ട്രയാങ്കിളാണ്. അപ്പോൾ ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണോ എന്ന് ആദ്യം നമുക്ക് നോക്കിയോ. ഓക്കെ, അപ്പോഴല്ലേ നമുക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് റേഷ്യോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക, എ സി പിയും പിന്നെ അതേപോലെ തന്നെ ഈ ചെറിയൊരു ട്രയാങ്കിൾ ഡി പി ബിയും. അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 90 ഡിഗ്രി ഇവിടെ ഉണ്ട്, തന്നിട്ടുണ്ട്. അതേ 90 ഡിഗ്രി ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു ആംഗിൾ നമുക്ക് അവിടുന്ന് കിട്ടി സെയിം ആയിട്ട്. പിന്നെ ഇവിടെ പാരലൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിരിക്കുമല്ലോ. ഈ ഒരു ആംഗിളും അതേപോലെ തന്നെ ഈ ഒരു ആംഗിളും സെയിം ആവുമല്ലോ. അപ്പോൾ 2 ആംഗിൾ കിട്ടി. 2 ആംഗിൾ ആണെങ്കിൽ ആംഗിൾ ക്രൈറ്റീരിയ വെച്ചിട്ട് തേർഡ് ആംഗിൾ വിൽ ബി ഈക്വൽ അല്ലേ, സെയിം ആയിരിക്കും. അത് മാത്രമല്ല ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾസും ആണ്, സോ അത് ഈക്വൽ ആയി. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ 2 ട്രയാങ്കിളും സിമിലർ ആണ്, സോ ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ എടുക്കണമെങ്കിൽ ഓരോ സൈഡ് വെച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം. എന്റെ ഓപ്പോസിറ്റ് എ ആണ് ഇവിടെ 90 ഡിഗ്രി, 90 ഡിഗ്രീന്റെ ഓപ്പോസിറ്റ് ഉള്ളത് പി സി. അതേപോലെ തന്നെ ഇവിടെ 90 ആണ്, 90ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഡി പി ഈസ് ഈക്വൽ ടു ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് എ പി. ഇവിടെ ഏതാണ് സെയിം സിന്റെ കൂടെ ഡിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് പി ബി. പിന്നെ ഓപ്പോസിറ്റ് പിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് എ സി. ഇവിടെ പിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഡി ബി. ഇങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഏതെങ്കിലും ഇപ്പൊ ഇത് പ്രൊപ്പോർഷണൽ ആയിട്ട് നമ്മൾ 3 സൈഡും എഴുതി. ഇനി ഇവിടെ ഏതെങ്കിലും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട് അല്ലെ. പി എ ഇസ് ടു പി ബി 2:1 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എല്ലാം സെയിം, അതൊക്കെ ഈക്വൽ ആണ്. സോ നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് ഏതാണ്? പി സി ഇസ് ടു പി ഡി. അപ്പൊ ഇതിന് നമ്മൾ എടുക്കും, അതേപോലെ തന്നെ തന്ന പി എ പി ബിനെ എടുക്കും. ഇത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്യും. ബിക്കോസ് അത് മാത്രം നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്, ഇത് വേണ്ട. ദേ ആർ ഈക്വൽ, പക്ഷെ എന്നാലും നമുക്ക് അവിടെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ പി സി ഡിവൈഡഡ് ബൈ പി ഡി ഈസ് ഈക്വൽ ടു എ പി ആണെങ്കിലും പി ആണെങ്കിലും രണ്ടും ഒന്നാണ്, 2:1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി സിനെ സി പിനെ ഞാൻ പി സിന്ന് എഴുതുന്നുണ്ട്, കാരണം ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ്. പി ഡി അല്ലേ? അപ്പോൾ ഈക്വൽ ടു എന്ത് കിട്ടി? 2:1 കിട്ടി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ 2:1 കിട്ടി. ഇനി നെക്സ്റ്റ് എ ബി തന്നിട്ടുണ്ട്, മൊത്തം 12 ആണ്. എ ബി എന്താ? ഇത് എ പാർട്ടിന്റെ ആൻസർ ആണ്. ഇനി നെക്സ്റ്റ് ബി പാർട്ട്, എ ബി ഈസ് ഈക്വൽ ടു 12 സെന്റിമീറ്റേഴ്സ്, ഫൈൻഡ് ദ ലെൻസ് ഓഫ് പി എ ആൻഡ് പി ബി. അപ്പോൾ എ ബി തന്നിട്ടുണ്ട്. അപ്പോൾ പി എ എന്ന് പറയുന്നത് എ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12. എ ബിന്റെ എത്ര ഭാഗം എടുക്കണം? 2:1 ആണ് അല്ലെ, 2:1. അപ്പോൾ മൊത്തം എടുക്കുമ്പോൾ നമ്മൾ എന്ത് വരും? 2/3. അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ 12, 12ന്റെ 2/3 എന്ന് പറഞ്ഞാൽ 12 എത്ര ടൈംസ് 4, 4 ടൈംസ് 12, 8 സെന്റിമീറ്റർ. അപ്പൊ എത്ര വരും? പി എ ഇസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി അതേപോലെ തന്നെ പി ബി ഫൈൻഡ് ചെയ്യണം. പി ബി ഇസ് ഈക്വൽ ടു എ ബിന്റെ എത്ര ഭാഗം? ഇവിടെ 2:1 ആണ്, സോ 1 ടോട്ടൽ 3. 12 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 4 × 1 4 സെന്റിമീറ്റർ. അപ്പോൾ പി എയും കിട്ടി, നമുക്ക് പി ബിയും കിട്ടി. പി എ 8 സെന്റിമീറ്റർ കിട്ടി, പി ബി എന്ത് കിട്ടി? 4 സെന്റിമീറ്റർ എന്നും കിട്ടി. ഇനി സി പാർട്ട്, പി ഡി ഈസ് ഈക്വൽ ടു 5. പി ഡി എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ 5 ആണെന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി സി. ഇത് എത്രയെന്ന് കണ്ടുപിടിക്കണം.
അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? നമുക്കിവിടെ 3 എണ്ണം ഉണ്ട്. ഇതിൽ ഏതെടുത്താൽ മതി? ഇത് ഫസ്റ്റ് വൺ എടുത്താൽ മതി. കാരണം സി പി ഡിവൈഡഡ് ബൈ ഡി പി, ഞാൻ അപ്പൊ ഇതാണ് എടുത്തിരിക്കുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു 2/1. ഇതെടുത്തു തന്നെ, ഇതെടുത്തു, കാരണം ഇത് തന്നിട്ടുണ്ടല്ലോ. ഇനി ഇവിടെ സി പി നമുക്ക് അറിയില്ല, ബട്ട് എന്ത് തന്നിട്ടുണ്ട്? സി പി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളതാണ്. പി ഡി എന്ത് തന്നിട്ടുണ്ട്? 5 തന്നിട്ടുണ്ട്. അപ്പോ സി പി ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 2/1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സി പി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 10 സെന്റിമീറ്റർ എന്ന് കിട്ടും. പി സി എഴുതിയാലും സി പി എഴുതിയാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഇപ്പൊ ഞാനിവിടെ എടുത്ത് ഇതേപോലെ ആയതുകൊണ്ട് അങ്ങനെ എഴുതി പോയതാണ്. സി പി എത്ര കിട്ടി? 10 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത 4 മാർക്കിന്റെ ചോദ്യത്തിലേക്ക് പോവാം. ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 4 സെന്റിമീറ്റർ. ഒരു സർക്കിളിന്റെ വ്യാസം എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം, ആരം എത്രയായിരിക്കും? അതിന്റെ പകുതിയാണല്ലോ, വ്യാസത്തിന്റെ പകുതിയായിരിക്കും ആരം എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ? നമുക്കറിയാം ഏരിയ ഓഫ് ദ സർക്കിൾ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. ഇവിടെ ആർ എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 2 കൊടുത്താൽ 4 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് റേഡിയസ് കിട്ടുന്നതിനെ തെറ്റി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ആൻസറും തെറ്റും. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ആൻസർ തന്നെ തെറ്റിച്ചാൽ ബാക്കിയെല്ലാം തെറ്റിനോണ്ട് ഫസ്റ്റ് ആൻസറിനെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി തേർഡ് വൺ, ഇഫ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഡബിൾഡ്, ഹൗ മെനി ടൈംസ് ഏരിയ ദ സർക്കിൾ ഇൻക്രീസസ്? സർക്കിളിന്റെ റേഡിയസ് ഇരട്ടിയാക്കി എന്ന് വിചാരിക്കാം, എന്ന് വെച്ചാൽ ഡബിൾ ആക്കി എന്ന് വിചാരിക്കാം. അപ്പൊ 6 ഇപ്പോൾ ഉള്ളത് 2 ആണ്. അപ്പൊ ഞാൻ 4 സെന്റിമീറ്റർ എടുത്തു എന്ന് വിചാരിക്കാം. ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്നുകൂടി അതന്നെ അതേ സംഖ്യ ഒന്നുകൂടി കൂട്ടുക അല്ലെ. 2 + 2 എത്രയും 4 ആയി. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്തായിരിക്കും? പൈ ആർ സ്ക്വയർ. അവിടെ 4 കൊടുത്താൽ എന്ത് കിട്ടും? 16 പൈ എന്ന് കിട്ടും സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോ എത്ര ഇരട്ടിയാണ് ആദ്യത്തെ ഏരിയനേക്കാൾ പരപ്പളവിനെക്കാട്ടിലും രണ്ടാമത്തെ പരപ്പളവ് എത്ര ടൈംസ് കൂടുതലാണെന്ന ചോദ്യം. ഇവിടെ 4 പൈ ആണ്, ഇവിടെ 16 പൈ ആണ്. അപ്പൊ 4ന്റെ എത്ര ഇരട്ടിയാണ് 16? 4 ഇരട്ടി. സോ radius is doubled, area of circle is 4 times increased. എത്ര ടൈംസ് ഇൻക്രീസ് ആയി? 4 ഇരട്ടി. ക്ലിയർ? ഇനി അടുത്ത ചോദ്യം, എക്സ് 4 തന്നിട്ടുണ്ട്, y -5 തന്നിട്ടുണ്ട്. മോഡ് ഓഫ് എക്സ് 4ന്റെ നമുക്കറിയാം അല്ലേ, മോഡുലസ് നെഗറ്റീവ് സംഖ്യ ആയാലും പോസിറ്റീവ് സംഖ്യ ആയാലും വെൻ ടേക്കൺ ഔട്ട്സൈഡ് അതിന്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ മോഡ് ഓഫ് 4 ഇതിനെ മോഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? 4 തന്നെ ആയിരിക്കും. ഇതിനെ മോഡാക്കി എടുത്തു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് വന്നാൽ അതെന്തായി? പോസിറ്റീവ് 5 ആവും. ഓക്കെ, സോ ഈക്വൽ ടു 4 + 5 9 ആവും. അപ്പോ അതേപോലെ തന്നെ ഇവിടെ എക്സ് പ്ലസ് വൈ ചെയ്തിട്ടാണ് മോഡ്. അപ്പൊ ആദ്യം എക്സും വൈയും ആഡ് ചെയ്യണം. എക്സും വൈയും ആഡ് ചെയ്യുമ്പോൾ 4, ഇവിടെ വൈ എന്താണ്? -5 ആണ്. ഇത് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? -1 കിട്ടും അല്ലെ. വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോ ഇതാണ് ഇവിടെ കിട്ടുന്ന ആൻസർ. അപ്പൊ ഇതിന്റെ ഔട്ട്സൈഡ് എടുത്താൽ എന്തായിരിക്കും? +1 ആവും. അപ്പൊ ഇവിടെ വാല്യൂ എന്തായിരിക്കും? +1. ഇനി ഇവിടെ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് മോഡ് -3 എന്താണ്? 3 ആണ്. ആൻസർ 4. ഇനി ഇവിടെ ഇതേപോലെ തന്നെ എക്സ് പ്ലസ് 1 ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിന്റെ മോഡ് കാണാണ്. അപ്പോൾ 1 പ്ലസ് ഇൻറ്റു മൈനസ് -3 ആൻസർ -2. -2ന്റെ മോഡ് കാണാണ്. -2ന്റെ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് എടുത്താൽ എന്തായിരിക്കും? +2 ആയിരിക്കും. ഇതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 5 cm, 6 cm, 9 cm. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ? ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡും തന്നിട്ടുണ്ട്. അതിന്റെ പെരിമീറ്റർ എത്രയാണെന്നാണ് ചോദ്യം. പെരിമീറ്റർ നമ്മൾ എങ്ങനെ കാണുക? എല്ലാ സൈഡും കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക അല്ലേ. പെരിമീറ്റർ എന്താ ചെയ്യേണ്ടത്? എല്ലാ സൈഡ് ചുറ്റളവ് കാണാനാണ്. ചുറ്റളവ് എല്ലാ സൈഡും കൂടി
കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എത്ര സെന്റിമീറ്റർ ആണ്? 20 സെന്റിമീറ്റർ ആണ് കിട്ടി. ഇനി നെക്സ്റ്റ്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. 3 സൈഡും തരുമ്പോൾ നമ്മൾ ഹെറൻസ് ഫോർമുല അവിടെ യൂസ് ചെയ്യും. അപ്പൊ ഹെറൻസ് ഫോർമുല എങ്ങനെയാണ്? എന്താണ് ഹെറൻസ് ഫോർമുല? ഹെറൻസ് ഫോർമുലയിൽ ആദ്യം നമ്മൾ എസ് ഫൈൻഡ് ചെയ്യണം. ദറ്റ് ഈസ് പെരിമീറ്റർ. സെമി പെരിമീറ്റർ കാണണം. 20 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 10 സെന്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇതിന്റെ ഏരിയ എങ്ങനെയാണ്? നമ്മൾ ഹെറൻസ് ഫോർമുല വെച്ചിട്ട് ഏരിയ കൊടുക്കുക. ഏരിയ ഈക്വൽ ടു എസ് ഇൻറ്റു എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി. അപ്പൊ എസ് എന്താ? എസ് എന്ന് പറഞ്ഞാൽ 3 സൈഡും കൂടി കൂട്ടിയിട്ട് അതിനെ പകുതിയാക്കണതാണ് എസ് എന്ന് പറയുന്നത്. അപ്പൊ 3 സൈഡ് കൂട്ടിയപ്പോൾ നമുക്ക് 20 കിട്ടി. 20ന്റെ പകുതി എന്ന് പറയുന്നത് 10 കിട്ടി. ഓക്കെ, 10 സെന്റിമീറ്റർ ആയി. ഇനി ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എ ബി സി എന്ന് പറയുന്നത് ഓരോ സൈഡാണ്. എ, ഇത് ബി, ഇത് സി, അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈസ് ഈക്വൽ ടു എസ് എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് അവിടെ 10 കിട്ടിയിട്ടുണ്ട്. എസ് 10 മൈനസ് ഒരു സൈഡ് എ ആണെങ്കിൽ 6 എടുത്തു. പിന്നെ 10 മൈനസ് ബി ആണെങ്കിൽ 9 എടുത്തു. ഇത് ഓർഡറിൽ തന്നെ എടുക്കണം എന്നൊന്നുമില്ല. 10 മൈനസ് സി ഇവിടെ 5 എടുത്തു. 3 സൈഡും എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഈക്വൽ ടു ഇവിടെ 10 ഇൻറ്റു 10 നിന്ന് 6 പോയാൽ 4, 10 നിന്ന് 9 പോയാൽ 1, 10 നിന്ന് 5 പോയാൽ 5. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? √200 ആണ്. ഈ √200നെ നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാലോ. 100 ഇൻറ്റു 2 ആണ് 200 എന്ന് പറയുന്നത്. 100ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 10 √2 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഒരെണ്ണം നമുക്ക് നോക്കി നോക്കൂ. അവിടെ പെരിമീറ്ററിനെ നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ ഹോൾ ക്വസ്റ്റ്യൻ നമ്മൾ എന്തായി തെറ്റിക്കും അല്ലേ? അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പൊ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുന്നതൊന്ന് നോക്കി നോക്കണം. സിംപ്ലിഫൈ നമ്മൾ 200 എഴുതിയാലും അതിനെ ഒന്ന് എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ആ ആൻസർ നമുക്ക് മൊത്തം കറക്റ്റായിട്ട് കിട്ടും. അത് സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതാണ് ബെസ്റ്റ്. ഈ സമയം ഇല്ലെങ്കിൽ അവിടെ √200 എന്ന് എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മാക്സിമം എന്ത് ചെയ്യുക? അത് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കുറച്ച് ചോദ്യം കൂടി ചെയ്ത് തീർക്കാനുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.